ആ സിനിമയിൽ ജഗദീഷിന് ഓർമ്മയുണ്ടാവും. അവിടെ എവിടേക്ക് വന്നു പോകുന്നു. ശരിക്കും ജഗദീഷ് ത്രൂ ഔട്ട് ഉണ്ട് ആ സിനിമയില്. പക്ഷെ സിനിമ വന്നു കഴിഞ്ഞപ്പോ ജഗദീഷിന്റെ സീൻസ് ഒക്കെ കട്ട് ചെയ്ത് എന്നിട്ട് ആ സിനിമ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു അതിഥി താരങ്ങൾ എന്ന് പറഞ്ഞ് മുരളി അങ്ങനെ അതിൽ ജഗദീഷിന്റെ പേരൊക്കെയാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. ജഗദീഷും ഇന്നസെന്റും ആയിട്ടുള്ള കുറെ സീൻസ് ഉണ്ട്. പക്ഷെ ഇവര് ലെങ്ത് കൂടി ഇപ്പൊ എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും? ശരിക്കും ജഗദീഷിന്റെ സീൻ നമുക്ക് ഇപ്പൊ ജഗദീഷ് ശ്രീകുമാർ ഇന്നസെൻസ് ഒക്കെ ഭയങ്കര നിറഞ്ഞു നിൽക്കുന്നോണ്ട് ജഗദീഷിന്റെ സീനൊന്നും നമുക്ക് ഓർമ്മയില്ല. ഫോട്ടോ പിടിച്ചോട്ടാ പണി ഈ ലെങ്ത് കൂടുമ്പോ ഏറ്റവും വലിയ പ്രശ്നം ഏത് കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇവര് നോക്കി കഴിഞ്ഞപ്പോ ജഗദീഷിന്റെ സീൻ കഥയെ ബാധിക്കുന്നില്ല. അപ്പൊ ഇവര് കുറെ സീൻസ് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ്. എന്നിട്ട് കുട്ടൻ മോഹൻ പറഞ്ഞതാണ് ഈ സിനിമയുടെ പ്രിവ്യൂ കാണുമ്പോൾ കുട്ടൻ മോഹൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു ഒരു ഓക്കെ പടം, ഒരു തമാശന്റെ വലിയ കാദ്യം ഒന്നും അങ്ങനെ ഞെട്ടിക്കുന്ന പടമല്ല. അന്ന് ആ സിനിമയുടെ ബഡ്ജറ്റ് 60 ലക്ഷം രൂപയാണ്. നോർമലി ഒരു സിനിമ ഒരു മലയാള സിനിമ 30 ലക്ഷം 40 ലക്ഷം ഈ റേഞ്ചിലാണ് തീരുക. ഇത് അന്നത്തെ ബിഗ് ബഡ്ജറ്റ് ആണ്. അപ്പൊ ഗുഡ്നൈറ്റ് മോഹൻ പറഞ്ഞു 60 ലക്ഷമൊക്കെ ബഡ്ജറ്റായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പ്രിയദർശൻ ഇങ്ങോട്ട് പറഞ്ഞു, ചേട്ടാ ഈ സിനിമ 1 കോടി രൂപ കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ റൈറ്റ്സും എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഇതിന്റെ തമിഴ് റൈറ്റ്സോ എന്തോ ഒരു റൈറ്റ്സ് ചോദിച്ചു. അപ്പൊ ഗുഡ്നൈറ്റ് മോഹൻ പറഞ്ഞു 1 കോടി. അന്ന് മലയാളത്തിലെ ഒരു സിനിമയും 1 കോടി കളക്ട് ചെയ്യില്ല. വളരെ അപൂർവം. എനിക്ക് കളക്ട് ചെയ്തിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അപ്പോ കുട്ടൻ മോഹൻ പറഞ്ഞു 60 ലക്ഷം ഇറക്കിയിട്ട് 1 കോടി. എന്റെ ഒരു സിനിമ ഇതൊരു 1 കോടി കളക്ട് 1 കോടി കളക്ട് ചെയ്ത് നീ എല്ലാ റൈറ്റ്സും എടുത്തു എന്ന് പറഞ്ഞു. ഈ സിനിമ 5 കോടി കളക്ട് ചെയ്തു. എന്നിട്ട് പ്രിയദർശൻ പറയാ അന്ന് അല്ല കുട്ടൻ മോഹൻ പറയാം പ്രിയദർശൻ അന്ന് 50,000 രൂപ 60,000 രൂപയാണ് പ്രിയദർശൻ അന്ന് റെമ്യൂണറേഷൻ. ഈ സിനിമ എല്ലാ റൈറ്റ്സും വിറ്റിട്ട് പ്രിയദർശൻ അന്ന് 8 ലക്ഷം ഉണ്ടാക്കി. അതായത് ആ ഒരു വാക്കാൽ പറഞ്ഞതാണ്. പ്രിയദർശൻ ഇതുകൊണ്ട് തന്നെ അന്ന് 8 ലക്ഷം രൂപയുടെ അടുത്ത് ഉണ്ടാക്കിയെന്ന് പറയാം. 60 ലക്ഷം രൂപ മുടക്കിയിട്ട് 5 കോടികൾ. എനിക്കൂടെ ഇൻഡസ്ട്രി ഹിറ്റാണ്